ഹലോ കൂട്ടുകാരെ, അപ്പോഴേ ഇന്ന് ഡോറയ്ക്കാണെങ്കിൽ അടുക്കളയിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഡോറ ഇന്ന് BP കുറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ഡോറയ്ക്ക് ഇന്ന് അടുക്കളയിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനാണ് ഇന്ന് ചിക്കൻ കറി വെച്ചത്. അല്ലേ, നമ്മുടെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിക്കൻ കറി വെച്ചത് പൈനാപ്പിൾ ഇട്ടിട്ടാണ്. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ചിക്കൻ കറി വെച്ചേക്കുന്നത്. ഡോറയ്ക്ക് അറിയില്ല ഇതിനകത്ത് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. പൈനാപ്പിൾ വാങ്ങിച്ച പോലും അറിയത്തില്ല, കാരണം ഞാൻ തന്നെ പോയി ചിക്കനും പൈനാപ്പിളെല്ലാം മേടിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് നമ്മുടെ കണ്ട ചിക്കൻ കറി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡോറയ്ക്ക് കൊടുത്തതിന് ശേഷം ഡോറയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാരണം ചെറുതായിട്ട് ഇതിനൊത്തിരി ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്, പിന്നെ ഇത്തിരി എരിവുണ്ട്. അപ്പം പൈനാപ്പിൾ ഇട്ട ചിക്കൻ കറി എങ്ങനെയാണെന്ന് നമുക്ക് ഡോറയ്ക്ക് കൊടുത്ത് നോക്കാം. ചെയ്ത സാധനം ഡോറയ്ക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കിയാൽ മതി. എന്തോ പിന്നെ എന്താ മോനുള്ളതുണ്ട്, കഴിക്ക്. ഇനി കറിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. കട്ടിയത് എന്തെയും ചോദിച്ചപ്പോ ഉണ്ടെന്നില്ലേ, മൂന്നാമത്തെ തവണ ചോദിച്ചപ്പം അതൊക്കെ ഉണ്ടെന്ന് പറയും. മോനിക്കുവാ ഇവര് എരിവ് ഇച്ചിരി മുന്നില്ല, അത് മുളക് പൊടിയുടെ. ഓ അവിടെ ഇരിക്കട്ടെ. കൊള്ളാ. ചോറ് കൂട്ടി കഴിച്ചു നോക്കിയേ. കയറി ഇരിക്കേ, കസേര ഇരിക്കേ. ചോറ് കൂട്ടി കഴിക്കേ. കറിയുടെ ചാറ് കഴിക്കേ. ചാറിലല്ലേ ടേസ്റ്റ്. ഇങ്ങനെ നീക്കിയിരുത്താം. മോനകത്തിരുന്നോ. ചൂടാ, ചൂടുണ്ടല്ലോ. അതായത് നമ്മുടെ മസാല പൈനാപ്പിൾ കഴിക്കത്തില്ലേ, ഒരു ഉപ്പും ഇട്ടിട്ട്, അത് ടേസ്റ്റ്. അമ്മായിരുന്നു. അയ്യോ തട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വഴുതനങ്ങയും പാവയ്ക്കയും കൂടി മെഴുക്ക് വരട്ടിയതും ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇന്ന് ലഞ്ച് എന്നുള്ളത് പറയണേ. ബ്രേക്ക്ഫാസ്റ്റ് എന്നാ പറയുന്നത്. എല്ലാവർക്കും ഇന്ന് സദ്യയായിരുന്നു. ഇന്ന് സദ്യ വിഷു ആയതുകൊണ്ട് നമുക്കിന്ന് സദ്യയില്ല. ചോറ് കഴിക്കേ. നല്ല വെച്ച് ചോറ് അങ്ങോട്ട് കഴിക്കേ. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ, എന്ത് ചെയ്യാനാ.